ഹായ് പ്രിയമുള്ളവരെ, ഇവിടെ വൃദ്ധസദനങ്ങൾ ദിനം പ്രതി ഇന്നലെ മഴ പെയ്തിട്ട് ഇന്ന് നമ്മുടെ പരിസരങ്ങളിൽ നോക്കുമ്പോൾ ഒരുപാട് പുല്ലുകൾ വളർന്നിട്ടുണ്ടാകും. അതുപോലെ ധാരാളം വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും അഗതി മന്ദിരങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു പക്ഷേ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാതെ അനാഥരെ പോലെ വിധിയെ പഴിച്ച് കഴിയേണ്ടി വരുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. സാക്ഷര കേരളമൊക്കെയാണ്, സമ്മതിക്കുന്നു. പക്ഷേ വൃദ്ധസദനങ്ങളുടെയും അനാഥാലയങ്ങളുടെയും എണ്ണത്തിലും ഈ കൊച്ചു കേരളം ഇന്ത്യ മഹാരാജ്യത്ത് മുൻപന്തിയിൽ തന്നെയാണ്. പ്രായമായ ആളുകളെ മക്കളും മറ്റു കുടുംബാംഗങ്ങളുമെല്ലാം സംരക്ഷിക്കണമെന്ന കുടുംബ മൂല്യങ്ങൾക്ക് ഏറെയധികം വില കൽപ്പിക്കുന്ന ആളുകളാണ് മലയാളികൾ എന്നാണ് പൊതുവെ പറയാറ്. എന്നാലും കേരളത്തിലെ വൃദ്ധസദനങ്ങളിലേക്ക് കടന്നു ചെന്നാൽ ആവശ്യം കഴിഞ്ഞ് കറിയിലിടുന്ന കറിവേപ്പില പോലെ നിഷ്കരുണം വലിച്ചെറിയപ്പെടുന്ന മാതാപിതാക്കളുടെ രോദനങ്ങളും വേദനകളും കണ്ണീരുണങ്ങാത്ത കണ്ണുകളും എന്തൊക്കെയോ പറയാൻ കൊതിക്കുന്ന നിരാശയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അവസരം മുതലാക്കി അതിലും ബിസിനസിന് വേണ്ടി എത്തുന്ന ആളുകളുമുണ്ട്. സ്വകാര്യ മേഖലയിൽ വൃദ്ധസദനങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. വൃദ്ധപരിചരണത്തിന്റെ പേരില് ലക്ഷങ്ങൾ ആ പേരിൽ ഉണ്ടാക്കുന്ന ആളുകളുമുണ്ട്. കേരളത്തില് സർക്കാരാകട്ടെ അതല്ല സ്വകാര്യ മേഖലകളിലാണെങ്കിലും എത്ര വൃദ്ധസദനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവിടെ വാർദ്ധക്യം ബാധിച്ച എത്ര പേര് അന്തേവാസികളായി കഴിയുന്നുണ്ടെന്നും കൃത്യമായ ഒരു കണക്ക് പോലും നമ്മുടെ സംസ്ഥാനത്തിന്റെ പക്കലില്ല. സർക്കാരിന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മേൽനോട്ടത്തിലുള്ള വൃദ്ധസദനങ്ങളുടെ കണക്കുകൾ മാത്രമേ സർക്കാർ സൂക്ഷിക്കുന്നുള്ളൂ. ഈ രൂപത്തിൽ രജിസ്റ്റർ ചെയ്ത 625 വൃദ്ധസദനങ്ങളാണ് ഈ സംസ്ഥാനത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നത്. ഇവിടെ വാർദ്ധക്യം ബാധിച്ച 30,000-ത്തിലധികം ആർക്കും വേണ്ടാത്ത അന്തേവാസികളും ഇവിടെയുണ്ട്. സർക്കാരിന്റെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ അന്തേവാസികളിൽ നിന്ന് പ്രതിമാസം വലിയ തുക ഈടാക്കി പ്രവർത്തിക്കുന്ന 1000-ത്തിലധികം വൃദ്ധസദനങ്ങൾ ഈ സ്വകാര്യ മേഖലയിൽ വേറെയുണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ഈ വൃദ്ധരെ പരിപാലിക്കുന്നതിന്റെ പേരിൽ ഓരോ വർഷവും കോടികളാണ് ഇവർ നേടുന്നത്. കഴിഞ്ഞ 4-5 വർഷത്തിനുള്ളിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. മക്കളും അവർക്ക് വേണ്ടപ്പെട്ട അവരെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളും ഒക്കെ നോക്കാതെ വരുമ്പോൾ അവരെ സർക്കാരിന്റെ കീഴിലുള്ള വൃദ്ധസദനങ്ങളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന നിയമവുമുണ്ട്. സർക്കാർ നടത്തുന്ന 16 കേന്ദ്രങ്ങളിൽ 900-ത്തിലേറെ ആരോരുമില്ലാത്ത ആളുകളുണ്ട്. ഇതില് 1/3 സാമ്പത്തിക ശേഷിയുള്ള മക്കളും മറ്റു ബന്ധുക്കളും ഒക്കെ ഉള്ളവരാണ്. നോക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവരെ ഇവിടെ എത്തിക്കുന്നത്. പിന്നീട് ഒരാളും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. വീട്ടിലെ പലതരത്തിലുള്ള പീഡനങ്ങൾ കാരണം സ്വയം വീട് വിട്ടിറങ്ങി എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ വേണം എന്ന രൂപത്തിൽ വൃദ്ധസദനങ്ങളിലേക്ക് എത്തപ്പെടുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനകത്ത് താമസിക്കുന്ന ആളുകളുടെ ജാതിയോ മതമോ വർഗമോ രാഷ്ട്രീയമോ ഒന്നും നമ്മൾ ആരും നോക്കാറില്ല. കാരണം മക്കളും മറ്റടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ടായിട്ടും ആയിരക്കണക്കിന് പ്രായമായ മാതാപിതാക്കളാണ് ഈ ആലയങ്ങളിൽ മനസ്സ് വേദനിച്ച് ജീവിക്കുന്നത്.
മാതാവിനെയോ പിതാവിനെയോ ഒരു തവണ ഇവിടെ കൊണ്ടാക്കിയാൽ പിന്നീട് തിരിഞ്ഞു നോക്കാത്തവരാണ് അധികവും. അത് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാർ തന്നെ പറയുന്നു. കേരളത്തിന് പുറത്താണ് അവർക്ക് ജോലിയെന്നും വീട്ടിൽ വരെ നോക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടക്കത്തിൽ കൊണ്ടാക്കുന്നത്. വീടും വാഹനങ്ങളും അടക്കം എല്ലാവിധ സൗകര്യങ്ങളുമായി കഴിയുന്നവരായിരിക്കും ഇവര്. പ്രായമായ മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവരെ നോക്കണം. അവര് ചുമയ്ക്കുന്നു, മലമൂത്ര വിസർജനം നടത്തുന്നു വീട്ടിനകത്ത്. അവർക്ക് സ്വന്തമായിട്ടതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് വലിയ ബിസിനസ് നടത്തുന്ന പ്രവാസി മലയാളികളുടെ മാതാപിതാക്കളടക്കം സ്വകാര്യ മേഖലയിലെ വൃദ്ധസദനങ്ങളിൽ മുളച്ചു പൊങ്ങുന്നുണ്ട്. മാസങ്ങളോളവും വർഷങ്ങളോളവും ചികിത്സ വേണ്ടി വരുന്ന വൃദ്ധരായ ആളുകൾ സർക്കാർ വൃദ്ധസദനങ്ങളിലുണ്ട്. സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോലും ഒരു പൈസ പോലും ഇവരുടെ ചികിത്സയ്ക്കായിട്ട് മുടക്കാൻ മക്കൾ തയ്യാറാകാത്ത ആളുകളുമുണ്ട്. ഇനി വൃദ്ധസദനങ്ങളിൽ വെച്ച് മരണമടഞ്ഞാൽ പോലും മൃതദേഹം ഒന്ന് കാണാൻ വരാനോ കൊണ്ടുപോയി സംസ്കരിക്കാനോ പോലും മിക്ക ആളുകളും തയ്യാറാകുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടും നിവൃത്തികേട് കൊണ്ടും കൊണ്ടാക്കുന്ന ആളുകളുമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, വ്യത്യസ്ത തലങ്ങളാണ്. അതിലേറെ രസകരം, ഇവരെ ഇവിടെ കൊണ്ടാക്കിയ ആളുകൾക്കെതിരെ, ഇവരെ നോക്കാത്ത സംരക്ഷിക്കാത്ത ആളുകൾക്കെതിരെ പരാതി പറയാൻ പോലും വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന മാതാപിതാക്കളിൽ ഭൂരിപക്ഷവും തയ്യാറാകത്തില്ല. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വൃദ്ധസദനത്തിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 5 വർഷം മുമ്പ് ഏതാണ്ട് 18,000-ഓളം വൃദ്ധര് സർക്കാരിന്റെ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ഒക്കെ കീഴിലുള്ള വൃദ്ധസദനങ്ങളിൽ ഉണ്ടായിരുന്നു. 2019 ഇത് 27,272 വർദ്ധിച്ചു. ഇപ്പോൾ 30,000 അന്തേവാസികൾ കഴിഞ്ഞു. പാലക്കാട് ഞാൻ പലപ്പോഴും അവരെ സംബന്ധിക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നഫോ നഫ്, നിന്റെ ഉമ്മായി പോയി വിളിക്കടാ. ഹംസ, നിന്റെ വീട്ടിൽ വന്നോണ്ടാ, ഞാൻ എൻ്റെ ലൈവല്ല ഇത്. ഇറങ്ങിപ്പോടാ അലവലാദികളെ, നിന്നെ കൂടെ ആരാ വിളിച്ചേ? നിനക്ക് മദ്രസയിൽ പഠിച്ചിട്ടുള്ള ബുദ്ധി ആയതുകൊണ്ടേ വിവരവുമില്ല, ബോധവുമില്ല, പൊക്കണവുമില്ല. ഒരു പൊതുസമൂഹത്തിൽ വന്നിട്ട് തെറിയും വിളിച്ചിട്ട്, എടാ അലവലാതി നാറികളെ, എന്തിനാടാ നിന്റെയൊക്കെ തന്തയ്ക്ക് തള്ളക്കി വിളിപ്പിക്കുന്നത്? ഇതെന്റെ ലൈവല്ലടാ. നീയൊക്കെ ഇതിനകത്തേക്ക് വലിഞ്ഞു കയറി പട്ടിയെ പോലെ വന്ന് നിന്നെയൊക്കെ ആരാടാ വിളിച്ചത്? ഇവിടെ നിന്നെയൊക്കെ ഞാൻ വിളിച്ചോ ഇത് കേൾക്കാൻ വരാൻ? കയറി വന്നിട്ട് എന്തിനാടാ എന്റെ തന്തയ്ക്ക് തള്ളക്കി വിളിക്കുന്നത് നീയൊക്കെ? നഫോ, നിന്റെ വർത്താനം കേട്ടപ്പോ തന്നെ മനസ്സിലായടാ നിന്റെ ഉമ്മായും പാപ്പായും പുഴുത്ത 2 പട്ടികളായിരിക്കുമെന്ന്. പുഴുത്ത പട്ടികളായിരിക്കും, അതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നത്. എടാ അതാണ്, എടാ ഒരു സ്ത്രീയെ നായയുമായി ബന്ധപ്പെട്ട് സ്ത്രീക്ക് കുട്ടി ജനിച്ചാലും അതിനെ പട്ടിക്കുട്ടി എന്ന് പറയില്ല, അത് മനുഷ്യക്കുട്ടിയാണ്. മനുഷ്യ പട്ടി എന്ന് പറയണമെന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാകുന്ന ഫത്ഹുൽ മുഈനൊക്കെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ ചെല്ല്, ഫത്ഹുൽ മുഈൻ പോയിട്ട് പഠിക്കുക, ചെല്ല്. ഉമ്മ ശരിക്കും ഏത് നായയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നീ ഉണ്ടായത് എന്ന് ചോദിക്കും. പോ. കൊച്ചുഭായി നോക്ക്, നമ്മള് ആധികാരികമായി ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അലവലാദികൾ, ഈ മദ്രസ പൊട്ടന്മാരായ മുറിയണ്ടികൾ കയറി വന്നിട്ട് ഇവമാര് എന്നെ തെറി പറയേണ്ട കാര്യം, ഇത് എന്റെ ലൈവ്. ഇവമാർക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോണം. ഇവമാരെയൊക്കെ ആരെങ്കിലും അടി കൊടുത്ത് ഇങ്ങോട്ട് വിളിപ്പിച്ചതാണോ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിപ്പിക്കാൻ? ഒരു മുഹമ്മദീയന്റെ സംസ്കാരം കണ്ടോ? ഇവര് ഈ പുസ്തകമാണ് പഠിക്കുന്നത്. ഇത് പറയണമെന്ന് വിചാരിച്ചു പറഞ്ഞതല്ല. മുത്തുച്ചിപ്പിയെ വെല്ലുന്ന ഈ കുത്തു പുസ്തകം പഠിക്കുന്ന ഇവരിൽ നിന്ന് നമ്മൾ സംസ്കാരം പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? ഇവന്മാര് ഇതൊക്കെ തന്നെ പറയൂ, ഇവർക്ക് ഇതൊക്കെ തന്നെ പറ്റൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് അറിയാമോ? പോട്ടെ.
അപ്പൊ ഈ ഇപ്പൊ പാലക്കാട് ബഷീർ മാഷ് സുജീവനം നടത്തുന്ന ഒരു വൃദ്ധസദനമുണ്ട്. ഞാൻ ഇടയ്ക്കിടെ അവിടെ പോയി സന്ദർശിക്കാറുണ്ട്. അവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് 33 പേരുണ്ട്. 33 പേരും വൃദ്ധരാണ്, രോഗികളാണ്, ആരുമില്ലാത്തവരാണ്. അതില് ഒരു 10-22 വയസ്സുള്ള തങ്കം എന്നൊരു പെൺകുട്ടിയുണ്ട്. അതിന് ബുദ്ധിക്ക് ചെറിയ പ്രശ്നമുണ്ട്. അതിന് ഒരു 5-6 വയസ്സുള്ള സമയത്ത് അച്ഛൻ അമ്മയെ കൊല്ലുന്നതോ അങ്ങനെ എന്തോ കണ്ട് അതിന്റെ ബുദ്ധിക്ക് പ്രശ്നം പറ്റിയതാണ്. ആ പെൺകുട്ടിയാണ് ഇവരുടെയൊക്കെ തുണികൾ കഴുകി കൊടുക്കുന്നതും ഇവരുടെയൊക്കെ ബാത്റൂം ക്ലീൻ ചെയ്ത് കൊടുക്കുന്നതും ഇവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ തങ്കമാണ്. നമ്മളെ കൺപോഴേക്ക് തന്നെ ചിരിച്ചുകൊണ്ട് വരും. അവിടെ വലിയൊരു വീടാണ്. അത് ബഷീർ മാഷിന്റെ വീടാണ്. അദ്ദേഹം ഒരു മാത്സ് അധ്യാപകനായിരുന്നു, AEO ആയിരുന്നു, അങ്ങനെ പെൻഷനായതാണ്. അദ്ദേഹത്തിന്റെ വീടെടുത്ത് അദ്ദേഹം നടത്തുന്ന സ്ഥാപനമാണത്. കുറേ മുറികളുണ്ട്. അകത്തോട്ട് പോകുമ്പോൾ അതിനകത്തൊരു സുബൈദ ഉമ്മയുണ്ട്. അവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരാള് അവരെ പ്രേമിക്കുകയും അവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ട് ഒരു കണ്ണിൽ ആസിഡ് ഒഴിച്ചതാണ്. ഒടുവില് അവർക്ക് മറ്റേ കണ്ണും പോയി. അങ്ങനെ കണ്ണിന്റെ കാഴ്ചശക്തി പോയതാണ്. അവരവിടെ അങ്ങനെ ഇരിക്കും. ഒരു പേഴ്സിൽ നിന്ന് അവരൊരു നമ്പർ എടുത്ത് നമ്മളെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ തരും. ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കുമോളെ. എത്ര വിളിച്ചാലും ആരും ഫോൺ എടുക്കില്ല. അങ്ങനെ ഒരു ദിവസം നമ്പർ മാറി വരാം. അവരുടെ കയ്യിൽ ചെറിയൊരു ഫോണുണ്ട്, അതിനകത്ത് റീചാർജ് ഇല്ലായിരുന്നു. ഞാൻ റീചാർജൊക്കെ ചെയ്തു കൊടുത്തു. വിളിച്ചു നോക്കി, ഫോൺ എടുക്കില്ല. പിന്നെ ആ നമ്പർ നമ്മുടെ ഫോണിൽ കുത്തിയിട്ടൊന്ന് വിളിച്ചു നോക്കിയപ്പോഴേക്ക് ആ കോൾ എടുത്ത് നാളെ വരാം, മറ്റന്നാളിൽ വരാമെന്നൊക്കെ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആൾ. അവർക്ക് കുറേ സ്വത്തുണ്ട്. എന്താ കാര്യം? ഒരു അന്തർജനമുണ്ട്. നന്നായി പാട്ടുപാടും, നന്നായി നൃത്തം കളിക്കും. അവരുടെ മക്കള് മുംബൈയിൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവരുടെയൊക്കെ വീഡിയോകൾ പിടിച്ച് ഞാൻ മുമ്പ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് അമ്മമാരുമുണ്ട്. ഒരുത്തം വന്നിട്ട്, എന്തിനാ ചേച്ചി മുസ്ലിം വിമർശിക്കുന്നു? വേറെ മതത്തിനെ കുറിച്ച് ഒന്നും പറയാറില്ലല്ലോ. ദയവ് ചെയ്ത് മേക്ക് പ്ലസ് ഇറങ്ങിപ്പോണം. ഞാനിപ്പോൾ എന്താടാ പറഞ്ഞേ? ഞാനിപ്പോൾ മതത്തെ കുറിച്ചിട്ടാണോ സംസാരിച്ചത്? റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കാര്യം കൊണ്ട് വന്ന് ഇങ്ങനെ പേസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഏത് മതത്തെ കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എവിടെ വെച്ചിട്ടാടാ കേൾക്കുന്നത്? തൽക്കാലം അവനെ പറഞ്ഞു വിടുക. കാരണം ഒരേ കമന്റ് തന്നെ നിരന്തരം കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് ബുദ്ധിമുട്ടാണത്. ഓക്കെ. തന്നെയുമല്ല, വസ്തുതകളിൽ നിന്നും വിരുദ്ധമായിട്ടാണ് അഭിപ്രായവും പറയുന്നത്. ഇരിക്കട്ടെ. അപ്പൊ അവിടെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇവര് പറയുന്നത് വൃദ്ധസദനങ്ങളിൽ മുസ്ലിം ഉമ്മമാരില്ല, മുസ്ലിം മാതാപിതാക്കൾ ഇല്ലാത്തത് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമായതുകൊണ്ടാണ് എന്നാണ് ഇവര് പറയുന്നത്. ഞാനും അനാഥാലയത്തിൽ നിന്ന് പഠിച്ചതാണ്. എറണാകുളം പുല്ലേപ്പടി ദാറുൽ ഉലൂം യതീംഖാന, അവിടെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്നിട്ടുണ്ട്, അവിടെ ജോലിയും ചെയ്തിട്ടുണ്ട് വാർഡനായിട്ട്. ആദ്യം പഠിച്ചു 9ാം ക്ലാസ്സിൽ, പിന്നീട് അവിടെ തന്നെ ജോലിയും ചെയ്തിട്ടുണ്ട്. ഒരു ഫാത്തിമ റഹ്മാൻ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ജഡ്ജ് നടത്തുന്ന സ്ഥാപനമാണ്. ആൺകുട്ടികൾക്ക് അപ്പുറത്തുണ്ട് ബാബു സെട്ട് നടത്തുന്ന സ്ഥാപനം, ഹഫ്സാബായും ബാബു സെട്ട് നടത്തുന്ന സ്ഥാപനം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ തന്നെ ദാറുൽ ഉലൂം പുല്ലേപ്പടി, അവിടെ വലിയൊരു സ്കൂളുണ്ട്. അവിടെ ഈ കുട്ടികൾ പോയി പഠിക്കുകയും ചെയ്യും. അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. കാല് രണ്ടും തളർന്ന ലൈലാത്ത ഉണ്ടായിരുന്നു. സമ്പത്തുള്ളവർ കുടുംബം ഉപേക്ഷിച്ചു. കാരണം ഒരിടത്ത് ഇരിക്കുമ്പോൾ അവർക്ക് തിന്നാനും കുടിക്കാനും ഒക്കെ കൊണ്ടു കൊടുക്കണ്ടേ? ഇരുന്ന് നിരങ്ങി വേണമല്ലോ ഒരു ബാത്റൂമിലോ മറ്റോ പോകാൻ. അത് കഴിഞ്ഞിട്ട് പനയപ്പള്ളി യതീംഖാന, അവിടെ ഒക്കെ ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ
ഈ വൃദ്ധസദനങ്ങളിലേക്കും മതം കൊണ്ടുവരുന്നത് എന്നാണ്? ആരാണ്? മുസ്ലിം മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിൽ ഇല്ല എന്നിവർ പറയുന്നുണ്ടല്ലോ. പ്രവാസികളായ അധികം ആളുകളുടെയും ഉമ്മമാരും വാപ്പമാരും ഗവൺമെന്റിന്റെ വൃദ്ധസദനങ്ങളിലുണ്ട്. കണക്കെടുത്തിട്ട് തന്നെയാ പറയുന്നത്. ഈ 30,000-ത്തിലധികം ആളുകൾ എങ്ങനെ വന്നു? ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ലേ? നമുക്കും നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരു പ്രായമുണ്ടായിരുന്നല്ലോ. നമുക്ക് ഒന്നിനും രണ്ടിനും ഒന്നും പോകാൻ പറ്റാത്ത പ്രായമുണ്ടായിരുന്നല്ലോ. അതെന്താണ് എന്ന് ചോദിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്നതുവരെ നമ്മുടെ മാതാപിതാക്കൾ നമുക്കത് പറഞ്ഞു തന്നിരുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകത്തില്ല, മിണ്ടാതിരിന്ന് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ട്? എന്റെ വാപ്പച്ചി എന്റെ വളരെ ചെറുപ്പത്തിലെ മരിച്ചതാ. എനിക്ക് ഉമ്മച്ചി മാത്രമേ ഉള്ളൂ. ഉമ്മച്ചി എന്ന് പറഞ്ഞാല് ഏതാണ്ടൊരു 18 വർഷമായിട്ട് എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെയാണ് നിന്നിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് അത്രയായി. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഉമ്മച്ചി എൻ്റെ കൂടെ വന്നു. കാരണം ഉമ്മച്ചി മറ്റേ എല്ലാ മക്കളും നോക്കാൻ മത്സരിക്കുന്ന ഒരു ഉമ്മ എൻ്റെ ഉമ്മ. മറ്റു മക്കൾക്ക് വിളിച്ചുകൊണ്ട് പോയാലും ഉമ്മായി ഇന്ന് ഏതെങ്കിലും മക്കള് വിളിച്ചുകൊണ്ട് പോയാൽ പിറ്റേ ദിവസം ഞാൻ അവരുടെ വീട്ടിൽ പറന്നെത്തും. ഉമ്മച്ചി ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും. അപ്പോൾ ഉമ്മായി ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. എൻ്റെ ഇക്കമാരൊക്കെ വന്ന് വിളിച്ചുകൊണ്ട് പോയാലും തൊട്ടടുത്ത ദിവസം ഞാൻ അവരുടെ വീട്ടിൽ പോയി കരഞ്ഞ് വിളിച്ചിട്ടെങ്കിലും ഉമ്മായി ഞാൻ എൻ്റെ കൂടെ വിളിച്ചുകൊണ്ട് വരും. ഞാൻ മതം വിട്ടിട്ടും ഉമ്മച്ചിയെ ഞാൻ വിട്ടില്ല. എൻ്റെ ഉമ്മച്ചി എനിക്ക് തന്നെ നോക്കണം, എനിക്കത് വളരെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഒടുവിലിപ്പോൾ ഉമ്മച്ചിക്ക് വയ്യ, 92 വയസ്സുണ്ട്. എന്നാലും ഇപ്പോഴും എന്തസുഖം വന്നാലും ഉമ്മയുടെ മടിയിലൊന്ന് തലചായ്ച്ച് കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം വളരെ വലുതാണ്. ചിലപ്പോൾ നിന്ന നിപ്പില് മൂത്രവും ഒഴിച്ചു പോകും. അപ്പം മക്കളെ, അമ്മ ഒരു കുഴപ്പമില്ല, അമ്മ ഞാൻ നോക്കിക്കോളാം. കുളിപ്പിക്കണോ? ഞാൻ കുളിപ്പിച്ചോളാം. അമ്മക്കൊന്നിനോ രണ്ടിനോ പോകണം, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ല. അതിൽ എൻ്റെ ഉമ്മ സൗഭാഗ്യവതിയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ കൂടെയാണ് ഉമ്മ. കാരണം ഞാൻ കോഴിക്കോടാണ്, ബാക്കി എല്ലാ മക്കളും തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഉമ്മച്ചി അവർക്കൊക്കെ ഞാൻ എൻ്റെ മതം വിട്ട ആളായതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, ഭ്രഷ്ടുണ്ട്. അതുകൊണ്ട് ആ സിസ്റ്ററിൻ്റെ വീട്ടിൽ എനിക്കും പോകാൻ പറ്റും. അതുകൊണ്ട് അവിടെ നിൽക്കും. എല്ലാ മക്കളും കൊച്ചുമക്കളും മരുമക്കളും ഒക്കെ വരും, നോക്കും. എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഉമ്മച്ചിയെ വിളിക്കും. വീഡിയോ കോളിലൂടെ ഉമ്മച്ചിയോട് സംസാരിക്കും. വിളിക്കുമ്പോഴൊക്കെ ഉമ്മച്ചി എൻ്റെ പെൻഷൻ എവിടെയെന്ന് ആകെ ചോദിക്കുക. ഞാനല്ലല്ലോ പെൻഷൻ കൊടുക്കുന്നത്. അപ്പോൾ എനിക്കങ്ങനെ ആകെ ഉള്ളത് ഉമ്മച്ചി മാത്രമാണ്. അപ്പോൾ ആ ഉമ്മായെ എത്ര നന്നായി നോക്കുന്നോ അത്രയും നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആകെ ഈ ആകാശത്തിന് കീഴിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എൻ്റെ ഉമ്മച്ചിയോട്, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതും എൻ്റെ ഉമ്മച്ചിയോട് തന്നെയാണ്. അത്ര കഷ്ടപ്പെട്ട് ഞങ്ങളെയൊക്കെ വളർത്തിയതാണെന്ന് ഞങ്ങൾക്കറിയാം. എല്ലാ മക്കളും മാതാപിതാക്കളെ കുറിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നത്. എല്ലാ മാതാപിതാക്കളും മക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും ഒരുപക്ഷെ ഇതുപോലെ ഒരു കെയറും ശ്രദ്ധയും തന്നെയായിരിക്കും. അതുകൊണ്ട് 100% മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ക്വാളിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോ വൃദ്ധസദനങ്ങളിൽ മുസ്ലിം മാതാപിതാക്കൾ ഇല്ല എന്ന് പറഞ്ഞ് ലളിതവൽക്കരിക്കുന്ന നിങ്ങൾ മദ്രസകളിലെ ഉസ്താദുമാരുടെ പീഡനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ്. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് എല്ലാ മുസ്ലിങ്ങളും മാതാപിതാക്കളെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് എന്നാണല്ലോ ഇവരുടെ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ ഇസ്ലാം പറയുന്നത് പോലെയാണോ എല്ലാ മുസ്ലിങ്ങളും അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്? മലദ്വാർ ഗോൾഡ് കടത്തിക്കൊണ്ടുവരാൻ ഇസ്ലാം പഠിപ്പിച്ചോ?
മറ്റു മാതാപിതാക്കൾ പ്രതീക്ഷയോടുകൂടി വളർത്തുന്ന മക്കളെ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും അകപ്പെടുത്തി അവരുടെ കരിയർ നശിപ്പിക്കാൻ ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങിയിട്ടില്ലെങ്കിൽ അവരെ വെട്ടിക്കീറി 35 പീസാക്കി ഫ്രീസറിൽ വെക്കാൻ ഇസ്ലാം പഠിപ്പിച്ചോ? ചെറിയ പൈതലുകളെ കാണുമ്പോൾ ഇവർക്ക് ഉദ്ധാരണമുണ്ടാകുന്ന ഇവരുടെ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചോ? എല്ലാം ഇസ്ലാം പറയുന്നത് പോലെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ ഇസ്ലാമിൽ ഉണ്ടോ? അതെന്താ? മാതാപിതാക്കളെ നോക്കണമെന്ന് പറഞ്ഞ കാര്യം മാത്രം ശ്രദ്ധിക്കുകയും മറ്റു കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താതെ ഇരിക്കുന്നത് അത് ശരിയല്ലല്ലോ. ഓക്കെ, രതീഷ് അമ്മയെ നോക്കിയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോ ഇസ്ലാം പറയുന്നത് നിന്റെ രക്ഷിതാവ് നിന്നോട് വിധിച്ചിരിക്കുന്നു. നിന്റെ രക്ഷിതാവ് നിന്നോട് വിധിച്ചിരിക്കുന്നു അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നു, പടച്ചോൻ പഠിപ്പിക്കുന്നു, പടച്ചോൻ വിധിക്കുന്നു. ശരി, ബാക്കിയെല്ലാം നിങ്ങൾ പടച്ചോൻ പറഞ്ഞതുപോലെയാണോ ചെയ്യുന്നത്? ആണോ? മാതാപിതാക്കളെ സംരക്ഷിക്കാൻ മാത്രമേ പടച്ചോൻ പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല? അല്ല, എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ആണല്ലോ ഇവര് പകർത്തേണ്ടത്. ഹൂറികൾക്ക് വേണ്ടി ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചോ? അള്ളാഹുവിനെ ആരാധിക്കുന്നതിനോടൊപ്പമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ എന്റെ മാതാപിതാക്കൾ രണ്ടുപേർക്കും നീ കാരുണ്യം ചെയ്തു കൊടുക്കണേ അല്ലാ. കമാ റബ്ബയാനി സഗീറ, ഞങ്ങളെ വളർത്തിയ സമയത്ത്, ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ ഞങ്ങളോട് ഞങ്ങളുടെ മാതാപിതാക്കൾ കരുണ ചെയ്തതുപോലെ വൃദ്ധരായ അവരോട് വാർദ്ധക്യത്തിൽ നീ കരുണ ചെയ്യണേ അല്ലാ. കരുണയുടെ ചിറകുകൾ നീ അവർക്ക് താഴ്ത്തി കൊടുക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇസ്ലാം സമ്മതിക്കുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇസ്ലാം പഠിപ്പിച്ചതുപോലെ, ഖുർആൻ കൽപ്പിച്ചതുപോലെ, പ്രവാചകൻ പഠിപ്പിച്ചതിലൂടെയാണോ നിങ്ങളൊക്കെ ജീവിക്കുന്നത്? അല്ല, ഇസ്ലാം കാരുണ്യത്തിന്റെ മതമായത് കൊണ്ടാണ് വൃദ്ധസദനങ്ങളിൽ മുസ്ലിം മാതാപിതാക്കൾ ഇല്ലാത്തത് എന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ, മുസ്ലിം മാതാപിതാക്കൾ എമ്പാടുമുണ്ട്, അതവിടെ നിൽക്കട്ടെ, ബാക്കിയൊന്നും വേണ്ടേ? മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യം മാത്രം ഇസ്ലാമിൻ്റെത് എടുത്താൽ മതിയോ? എവിടെയാണ് ഇസ്ലാമിന്റെ ധാർമ്മികതയെ കുറിച്ച് നിങ്ങൾ പറയുന്നത്? നമ്മള് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇൻസെസ്റ്റ് അഥവാ രക്തബന്ധങ്ങൾ, പരസ്പരമുള്ള ലൈംഗികത. സ്വതന്ത്ര ചിന്തകരാണ് അതിനേറ്റവും കൂടുതൽ അതിനെ വഴിവെക്കുന്നതെന്നും അവര് മതം ഉപേക്ഷിക്കുന്നത് തന്നെ കുത്തഴിഞ്ഞ ലൈംഗിക അരാജകത്വ ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയാണ് ഇവർ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇസ്ലാം അല്ലേ പഠിപ്പിച്ചത്? അല്ലേ? ആദമിനെയും ഹവ്വയെയും പോലെ ഒരു ജോഡി കൂടി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ആദമും ഹവ്വയും, അവരിൽ നിന്നും അടുത്ത ജനറേഷൻ, പിന്നെന്താ സംഭവിച്ചത്? മക്കളും മാതാപിതാക്കളും തമ്മിൽ വീഴ്ച ചെയ്തു. അപ്പോൾ ഇൻസെസ്റ്റ് എവിടെയാണുള്ളത്? ആദ്യം ഓരോ മുസ്ലിം മസ്തിഷ്കത്തിലും ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ, സോഫ്റ്റ്വെയർ ചെയ്യപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ പുനഃപരിശോധിക്കണം. കുല്ലുക്കും മിൻ ആദം, എല്ലാ മനുഷ്യരും ആദമിൽ നിന്നാണ്. ആദമു മിന തുറാബ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ് എന്നാണ് പഠിപ്പിക്കുന്നത്.
എന്തുകൊണ്ടാണ് സ്വന്തം മക്കളെ പിതാവ് ഉറങ്ങാൻ വിടാതെ അവരെ കയറി പിടിപ്പിക്കുന്നത്? സ്വന്തം മകൾ പിതാവിൻ്റെ ബീജം പേറേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതും മലപ്പുറം ജില്ലയിൽ തന്നെ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ. അതൊന്നും അവർക്ക് വേണ്ടേ? ഇംബ്രീഡ് ചെയ്യുന്ന അവസ്ഥ എത്രയെത്ര വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. രക്തബന്ധമുള്ള ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? നടന്നിട്ടില്ലേ ഇതിനു മുമ്പ്? എന്താ മുറപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ, എന്താ മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞാൽ? രക്തബന്ധമല്ലേ? അപ്പോൾ ഇസ്ലാമിൻ്റെ ധാർമ്മികതയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം പറയണം. 6-ാം നൂറ്റാണ്ടിൻ്റെ കിതാബിൽ പറഞ്ഞതു മാത്രമാണ് ധാർമ്മികത എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ 6-ാം നൂറ്റാണ്ടിൻ്റെ ആ ധാർമ്മികത ഈ ആധുനിക കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ദഹിക്കുന്നതല്ല. ഇസ്ലാം എന്താണോ ശരിയാണെന്ന് പറഞ്ഞത് അത് ശരി, ഇസ്ലാം എന്താണോ തെറ്റെന്ന് പറഞ്ഞത് അത് തെറ്റ്. ഇസ്ലാമിക ലോകത്തല്ലേ ഇൻസെസ്റ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്? നിങ്ങൾ എൻക്വയറി ചെയ്യും. കസിൻ മാരേജുകൾ എവിടെയാണ് നടക്കുന്നത്? ബുദ്ധിയുള്ള ആളുകൾ, വെളിവുള്ളവർ നിരുത്സാഹപ്പെടുത്തപ്പെട്ട ഒരു വിഷയമാണിത്. രക്തബന്ധങ്ങൾ, പരസ്പരമുള്ള വിവാഹം. ഇത് പഠനവിധേയമാക്കിയ സെൻസസ് പ്രകാരം പറയുന്ന ഭീകരമായ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് എത്ര അംഗവൈകല്യമുള്ള കുട്ടികൾ ജനിക്കുന്നു നമ്മൾ കാണുന്നില്ലേ? ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇൻസെസ്റ്റ് എന്ന്. ഇത് മുമ്പ് എന്തുകൊണ്ടാണ് അള്ളാഹുവിന് ഇത് അറിയാതെ പോയത്? ഒരു ഉസ്താദ് പറഞ്ഞത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ഉമ്മയും ഉമ്മുമ്മയും മക്കളും സഹോദരിമാരും ഒക്കെ നമുക്ക് നിഷിദ്ധമാണ്, പക്ഷേ അതൊക്കെ പരലോകത്ത് നമുക്ക് അനുവദനീയമായി കിട്ടും, ഭാര്യമാരായി കിട്ടും. ചിന്തിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 6-ാം നൂറ്റാണ്ടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു എന്ന ഒരൊറ്റ കാരണത്താൽ അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുമ്പോൾ പഠനങ്ങൾ പറയുന്നു ജന്മനാ ഉള്ള വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരം വിവാഹങ്ങളിലുണ്ട്. ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് സയൻസ്. പോട്ടെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ സ്വതന്ത്ര ചിന്തകരാണ് ഈ രൂപത്തിൽ പഠിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നതാണ്. ഒരുപാട് വസ്തുതകൾ നിക്കാബ് ധരിക്കുന്നു. എന്തിനാണ്? ഇസ്ലാം പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, ഹക്കഥ വഹക്കഥ, മുഖവും മുൻകഴിയും ഒഴികെയുള്ള ഭാഗങ്ങളൊക്കെ മറച്ചോളാൻ. ശരി. മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ മക്കളും ഭാര്യമാരും ഒക്കെ ഇങ്ങനെ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നടക്കുന്നവരാണോ? അവരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ചൊരു വേഷം അവർ തിരഞ്ഞെടുത്തു. അതേ വേഷം ഇന്ന് നമ്മളും ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അവരാ വേഷം വലിച്ചെറിഞ്ഞു. അവർ വലിച്ചെറിയുന്ന സംസ്കാരങ്ങളൊക്കെ പൊക്കിക്കൊണ്ടുവരികയാണ് നമ്മൾ. നമ്മുടെ വയസ്സായ ഉമ്മമാർ ധരിച്ച പഴയകാല വസ്ത്രമുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടത്. ചട്ടയും നേരിയതുമൊക്കെ. എൻ്റെ ഉമ്മച്ചൊക്കെ എപ്പോഴും ആ വേഷം തന്നെയാണ് ഇടുന്നത്. എവിടെയാണ് നിങ്ങളുടെ സംസ്കാരം പോയത്? അപ്പോൾ ഇസ്ലാം പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആയത്, ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഹിന്ദു മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ മാതാവിനോടോ പിതാവിനോടോ ക്രൂരമായി പെരുമാറണമെന്നോ അവരുമായി വേഴ്ച നടത്തണമെന്നോ അവരെ കൊല്ലണമെന്നോ അവരെ സംരക്ഷിക്കരുത്, വൃദ്ധസദനത്തിൽ കൊണ്ടുചെന്നാക്കണമെന്നോ പറയുന്നുണ്ടോ? ഞാൻ കണ്ടിടത്തോളം മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ ആളുകളാണ്. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അവര് മാതാവിൻ്റെ കാല് തൊട്ട് വണങ്ങുകയും അവരുടെ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും നോക്കുകയും സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഏതു മക്കളും ഇതൊക്കെ തന്നെ ചെയ്യും. ഏതു മക്കളും. ഒരിക്കൽ ഉണ്ണികൃഷ്ണൻ അയാള്
ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ അബ്ദുറഹ്മാനായി. ഇയാള് ഒരു മുഴുനീള പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുമ്പ്. അയാളൊരു വീഡിയോയും ചെയ്തു. അതെടുത്ത് ഞാൻ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. ഞാനെടുത്തത് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഇസ്ലാം ആയപ്പോൾ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി. എന്താ ഹിന്ദു ആയപ്പോൾ അമ്മയെ സ്നേഹിക്കരുത് എന്നുണ്ടോ? ഹിന്ദുക്കളുടെ ധർമ്മത്തിൽ മാതാപിതാക്കളെ സ്നേഹിക്കരുത് എന്ന് പറയുന്നുണ്ടോ? ഹിന്ദു ആയിരുന്നാൽ മാതാപിതാക്കളെ സ്നേഹിക്കാൻ പാടില്ലേ? ക്രിസ്ത്യനായാൽ മാതാപിതാക്കളെ സ്നേഹിക്കാൻ പാടില്ലേ? അയാൾ എഴുതിയ പോസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതെ, ഞാനാണ് നിങ്ങളുടെ ഉണ്ണികൃഷ്ണൻ എന്ന അബ്ദുറഹ്മാൻ. എൻ്റെ കൂടെയുള്ളത് എനിക്ക് ജന്മം നൽകിയ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ്. അവർ അവിശ്വാസിയാണ്. എന്നാലും എൻ്റെ പ്രവാചകൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിലായപ്പോൾ പ്രവാചകൻ അയാളെ പഠിപ്പിച്ചതാണ് അയാൾക്ക് അറിയുന്നത്. ഹൈന്ദവ ധർമ്മത്തിൽ, എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഹൈന്ദവ ധർമ്മത്തിൽ മാതാവിനെ സംരക്ഷിക്കാൻ പാടില്ലേ? മാതാവിനെ സ്നേഹിക്കാൻ പാടില്ലേ? മാതാവിനെ അധ്വാനിച്ച് ജോലി ചെയ്ത് അവരെ സന്തോഷിപ്പിക്കാനും അവരോടുള്ള കടമകൾ ചെയ്യാനും പാടില്ലേ? അല്ല, ഉണ്ണികൃഷ്ണൻ അബ്ദുറഹ്മാൻ ആയപ്പോഴാണ് പ്രവാചകൻ പഠിപ്പിച്ചു മാതാവിന് നന്മ ചെയ്യണമെന്ന് കൽപ്പിച്ചു, അതുകൊണ്ടാണ് അയാൾ നന്മ ചെയ്യുന്നത് എന്ന്. അപ്പൊ പ്രവാചകൻ മാതാവിന്റെ കഴുത്ത് വെട്ടാനാണ് പറഞ്ഞതെന്ന് വെച്ച് ഇയാൾ പോയി വെട്ടുമായിരുന്നോ? ബാലുശ്ശേരി പറഞ്ഞത് 1000 പേരുടെ തലകൾ എന്റെ പ്രവാചകൻ അറുത്തിട്ടുണ്ടെങ്കിൽ ആ തലയെരിയൽ കാരുണ്യമാണ് എന്നാ പ്രസംഗിച്ചത്. അപ്പോ ഇദ്ദേഹത്തിന് മാതാവിനെ സ്നേഹിക്കണമെങ്കിൽ പടച്ചോൻ പറയണം, പ്രവാചകൻ പഠിപ്പിക്കണം. നമുക്കൊക്കെ നമ്മുടെ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ്. കാക്കയ്ക്കും കോഴിക്കും പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും ആരും പ്രവാചകന്മാരെ കൊണ്ട് ബോധനം നൽകിയതല്ല. അവർക്കാർക്കും ദൈവികമായ വെളിപാടുകളോ ഗ്രന്ഥങ്ങളോ ഇറങ്ങിയതുകൊണ്ടുമല്ല. അവരവരുടെ മാതാപിതാക്കളെയും മക്കളെയും പൊന്നുപോലെ കാത്തു സൂക്ഷിക്കുന്നത്. ഒരു കോഴി അടയിരുന്ന് മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളുമായി പുറത്തിറങ്ങുമ്പോൾ ഒരു കാക്കയെങ്ങാനും വട്ടമിട്ട് പറന്നാൽ ഈ തള്ളക്കോഴി ആ കാക്കയുടെ പിന്നാലെ പറക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആരും പറഞ്ഞതുകൊണ്ടല്ല. പോട്ടെ, ഇയാൾ പറയാ, എൻ്റെ പ്രവാചകൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾക്കല്ലാതെ എല്ലാ കാര്യത്തിലും അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാൻ. അപ്പോൾ ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത് എന്താ? മാതാപിതാക്കളോട് ഏറ്റവും മോശമായി പെരുമാറാനാണോ? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത് പ്രവാചകനിൽ നിന്നും പ്രവാചകനെ അനുധാവനം ചെയ്ത് ജീവിച്ച സ്വഹാബത്ത്, അതായത് അനുചരന്മാരിൽ നിന്നുമാണ്. ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് അമ്മയെ നോക്കണം എന്ന് കക്ഷിക്ക് തോന്നിയത്. അങ്ങനെ അയാൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് വസ്തുതകൾ പറയുന്നുണ്ട്. പക്ഷേ അവിശ്വാസിയായ ഷിർക്ക് ചെയ്യുന്ന മാതാപിതാക്കളോട് അനുനയത്തിൽ നിങ്ങൾ ഇടപെട്ടു പോകരുത്. അവരെ നിങ്ങൾ ഗൈഡായി രക്ഷാധികാരിയായി സ്വീകരിച്ചു പോകരുത് എന്ന് ഖുർആനിൽ വചനമുണ്ട്. ചിത്ര എന്ന പെൺകുട്ടിയെ നസ്രിനാക്കി മാറ്റിയപ്പോൾ ആ ചിത്ര പറഞ്ഞു, ഞാൻ ഇസ്ലാമിലേക്ക് പോയപ്പോൾ ഞാൻ പഠിപ്പിക്കപ്പെട്ടത് ഈ വചനങ്ങളായിരുന്നു. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് കിടക്കുന്ന എൻ്റെ പിതാവിനെ പോലും എനിക്ക് പോയി നോക്കണമെന്ന് തോന്നിയില്ല. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനിയിപ്പം ഒരു പ്രസംഗത്തിൻ്റെ ശകലം കൂടി കേൾക്കാം. അതായത് മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ച് ഒരാള് നിരന്തരം വാതോരാതെ പ്രസംഗിക്കുവാണ്. വൃദ്ധസദനങ്ങളിലൊന്നും മുസ്ലിം മാതാപിതാക്കളില്ലാത്തത് ഇസ്ലാം കാരുണ്യം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ആള് പ്രസംഗിക്കട്ടെ, നമുക്ക് കേൾക്കാം. വൃദ്ധസദനങ്ങളിലുള്ള മാതാപിതാക്കളുടെ ആ ഒരു വിഷയത്തിൽ പോലും, ആ ഒരു വേദനയിലും മതം കണ്ട ഇദ്ദേഹത്തിന്റെ ഒക്കെ മനസ്സെ മറക്കരുത്. ലോകത്ത് പ്രത്യേകിച്ച് അനാഥ മന്ദിരങ്ങൾ ഏറ്റവും കുറവുള്ളവരെന്ന് ചോദിച്ചാൽ അത് മലപ്പുറം ജില്ലയിലാണ്. നല്ലത്. ഏറ്റവും കൂടുതലുള്ള എറണാകുളം ജില്ലയിലാണ്. നല്ലത്. ഈ അനാഥ മന്ദിരത്തിൽ ഏറ്റവും കൂടുതൽ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ക്രൈസ്തവ മതത്തിൽപ്പെട്ട ആളുകളാണ് മക്കൾ കൊണ്ട് ഒഴിവാക്കുന്നത്. 168 വൃദ്ധസദനങ്ങളിൽ ഈ അടുത്തിടയ്ക്ക് ഞാൻ പോയിട്ടുണ്ട് ഈ 4 വർഷമായിട്ട്. അവിടെ എവിടെയും ഒരു ഇസ്ലാം മത വിശ്വാസത്തിലുള്ള ഒരു ഉമ്മയും ഉപ്പയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല.
ഒരു ഉമ്മയും കാണാൻ പറ്റില്ല. അതൊരു പക്ഷേ നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ധാർമ്മിക മൂല്യബോധ ചിന്തകളുടെ ഏറ്റവും നല്ല ഉത്തമ മാതൃകയാണ്. നിലയും നിലയുമെല്ലാം ഉയരുന്നത്. തിരക്കുകൾ എത്രയും ആയിക്കോട്ടെ, തിരക്കുകൾ എത്രയും ആയിക്കോട്ടെ. ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിയാണ് യൂസഫ് അലി. റോയിട്ടോസിന്റെ കണക്കെടുത്തപ്പോൾ സമ്പന്നരുടെ പട്ടികയിൽ 5ാം സ്ഥാനം. അദ്ദേഹം എത്രയും തിരക്കുള്ള മനുഷ്യനാണ്. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണ്. അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ ലാപ്ടോപ്പ് ഉണ്ടാവുക. ആ ലാപ്ടോപ്പ് തുറന്നിട്ട് അദ്ദേഹം ഒന്ന് ഇങ്ങനെ മണത്തു നോക്കും. ജോർദാൻ എത്തിയപ്പോൾ സായിപ്പ് ചോദിച്ചു, എന്താ ഇങ്ങനെ മണത്തു നോക്കണേ യൂസഫ് അലി ചോദിച്ചു. അദ്ദേഹം പറയാ, എന്റെ ഉമ്മാന്റെ വസ്ത്ര ലാപ്ടോപ്പ് ബാഗില്. എന്ത്? എന്റെ ഉമ്മ അയച്ചു കൂട്ടി ധരിച്ച വസ്ത്രമാണ് ഈ ലാപ്ടോപ്പ് ബാഗില്. ഇത് യൂസഫ് അലി ചെയ്തത് കൊണ്ടല്ലേ വാർത്തയായത്? അതുകൊണ്ടല്ലേ എല്ലാവരും അറിഞ്ഞത്? എത്രയോ സാധാരണക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ ഉമ്മച്ചിയുടെ തുണി എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് എൻ്റെ ഉമ്മച്ചിയുടെ മണമുണ്ട്. എത്രയോ മക്കൾ അങ്ങനെ മാതാവിനെ സ്നേഹിക്കുന്നുണ്ട്. അറിയപ്പെട്ട ആളുകൾ പറയുമ്പോൾ മാത്രം അത് വലിയ ഒരു സംഭവമാക്കി എടുത്ത് വൃദ്ധസദനങ്ങളിലെ മുസ്ലിം ഉമ്മമാരുടെ ലിസ്റ്റ് എടുക്കാൻ നടക്കുന്ന ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളോട് എന്ത് പറയാൻ? പുച്ഛം മാത്രമേ ഉള്ളൂ. ഒന്നും പറയാനില്ല ഇതുപോലെയുള്ള ആളുകളോട്. അപ്പോൾ വൃദ്ധസദനങ്ങളിലെ ആളുകളുടെ ജാതിയും മതവും നോക്കണ്ട. എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരുമുണ്ട്, ഒഴിവാക്കുന്നവരുമുണ്ട്. മുമ്പൊരിക്കല് ഗൾഫിൽ നിന്ന് വന്ന ഒരു പ്രവാസിയാണ് ഒരു മനുഷ്യൻ, നിങ്ങൾക്ക് അറിയുന്നതാണ്. ഈ മനുഷ്യൻ ഗൾഫിൽ നിന്ന് വന്നു. ഇദ്ദേഹം അങ്ങനെ വീട്ടിൽ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും മരുമക്കളും എല്ലാം കൂടെ കയറി വന്നു. സമ്പത്തിനെ ചൊല്ലി ഭയങ്കരമായ തർക്കമായി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അജാനാബാഹുവായ മകൻ ഇദ്ദേഹത്തെ പോതിരെ തല്ലി. വീട്ടിലെ സ്വത്ത് തർക്കമാണ് വിഷയം. 3-ാം നാൾ പിതാവ് മരിച്ചു. ഇസ്ലാം പഠിപ്പിച്ചത് കൊണ്ടാണ് അല്ല. കഴിഞ്ഞ ദിവസം ഒരു ജിമ്മ് ചെയ്യുന്നത് പോലെ സ്വന്തം പിതാവിൻ്റെ നെഞ്ചിൽ ഒരു മകൻ ബോക്സിങ് നടത്തി ആ മനുഷ്യൻ അവിടെ ഇരുന്ന് മരിച്ചത് നമ്മൾ കണ്ടവരാണ്. ഇതിനെ എന്തിനാണ് അതുമൊക്കെ ആയിട്ട് കൂട്ടിക്കലർത്തുന്നത് എന്ന് തോന്നിപ്പോകും പലപ്പോഴും. കാരണം ഓരോ മനുഷ്യനും അവൻ്റെ പൊതുജീവിതത്തിൽ നിന്നും പഠിച്ചെടുക്കുന്ന മര്യാദകളാണ് അതൊക്കെ. ഏതെങ്കിലും ഒരു ഗ്രന്ഥം പറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും ഒരു മത പ്രചാരകൻ, പ്രഭാഷകൻ, മതപുരോഹിതൻ പറഞ്ഞതുകൊണ്ടോ അല്ല മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത്, മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്, അവരോടുള്ള കടമകൾ പൂർത്തീകരിക്കേണ്ടത്. അത് സ്വയം നമുക്കുണ്ടാകേണ്ടുന്ന ഒരു തിരിച്ചറിവാണ്, ഒരു ബോധമാണ്. ഇതിനകത്ത് കുറേ അപ്യകുപ്പായക്കാരികളായ കൃഷിയിടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആ കൃഷിയിടത്തിൽ നിന്നുമൊക്കെ പുറത്തു വന്നതാണ്. അല്ല, ഈ ഞാൻ പറയുന്ന കഥയും തിരക്കഥയും പിന്നെ ഈ തേങ്ങയൊക്കെ കേൾക്കാൻ നീ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നത്? നമുക്ക് താല്പര്യമില്ലേ? ഇട്ടിട്ട് പോണം. അതൊരു കൾച്ചറാണ്, അതൊരു വിവരമാണ്. എനിക്കിഷ്ടമില്ലാത്ത ഒരു സാധനം വലിച്ചു വാരി തിന്നിട്ട് ഇത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല, ഇത് കൊള്ളത്തില്ല എന്ന് പറയേണ്ട കാര്യമുണ്ടോ? തിന്നണ്ട. എനിക്കിഷ്ടമില്ലാത്ത ആളുകളുടെ ലൈവ് കാണാൻ ഞാൻ പോകാറില്ല. ഇന്നലെ ലൈവിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, പിന്നെ എന്നെ കുറിച്ചിട്ട് ആരോ എന്തൊക്കെ പറഞ്ഞോട്ടെ, അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവർ പറഞ്ഞോട്ടെ എന്നല്ലേ വിചാരിക്കും നമ്മൾ. നമുക്കാരെയും എതിർക്കാനും പറ്റില്ല, അവരെ പഠിപ്പിക്കാനും പറ്റില്ല. അവർക്ക് പറയാനും വിമർശിക്കാനും ചോദ്യം ചെയ്യാനും സോഷ്യൽ ഓഡിറ്റിങ്ങിന് നമ്മളെ വിധേയരാക്കാനും ഒക്കെയുള്ള റൈറ്റ്സ് ഉണ്ട്. അവരത് ചെയ്തോട്ടെ. ഇഷ്ടമില്ലേ? കാണണ്ട. മറുപടി പറയാൻ താല്പര്യമുണ്ടോ? കാണുക. അത്രേ ഉള്ളൂ. ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. വൃദ്ധസദനങ്ങളിൽ മുസ്ലിം മാതാപിതാക്കൾ ഇല്ല എന്ന് പറയരുത്. മുസ്ലിം മാതാപിതാക്കൾ കുറവാണ് എന്ന് പറഞ്ഞു. 168 വൃദ്ധസദനങ്ങൾ സന്ദർശിച്ചു എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നു, അവിടെയെങ്ങും ഒരൊറ്റ മുസ്ലിം മാതാപിതാക്കൾ. ഇതിൽ പരം ഒരു കളവ് വേറെയില്ല. മുസ്ലിങ്ങളുള്ള സദസ്സിൽ വന്നിട്ട് പച്ചക്കളവ് പറയുക. മുമ്പ് അങ്ങനെ പല കളവുകളും പൊട്ടിയിട്ടുള്ളത് നമുക്കറിയാമല്ലോ. ഇനി എലിഗൻസ്, നിനക്ക് കൃഷി ഇറക്കാൻ പാട്ടഭൂമി പതിച്ചു കിട്ടുമല്ലോ. ആർക്കാണ്? എനിക്കോ? ഞാൻ ആ കൃഷിക്കാരി അല്ലല്ലോ, ഞാൻ കൃഷിഭൂമിയും അല്ലല്ലോ, ഞാൻ ഇതിൽ നിന്ന് പുറത്ത് വന്നതാണ്. അങ്ങനെ ഒരു കൃഷിയിടമാകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പുറത്ത് വന്നതാണ്.
ഇളയരാജ ചോദിക്കുന്നു, ആർ യു ക്രിസ്ത്യൻ എന്ന്. ഞാൻ മതമില്ലാത്ത വ്യക്തിയാണ്. അത് പോട്ടെ. അപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വൃദ്ധസദനങ്ങളിൽ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളുണ്ട്. അവരിൽ ക്രൂരന്മാരായ മാതാപിതാക്കളുണ്ട്. എൻ്റെ മോള് ഞാൻ മദ്രസയിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഇപ്പോഴെ കൂടി ഞാൻ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഒക്കെ മദ്രസയിൽ ഇങ്ങനെ സാഹിത്യ സമാജം വന്ന സമയത്ത് ചെറിയൊരു പ്രസംഗം പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ ഒരു കാര്യമാണെങ്കിലും അതിനകത്ത് ഒരുപാട് മോറൽ ഉണ്ടായിരുന്നു. അവൾക്ക് ഒരുപാട് പ്രൈസൊക്കെ കിട്ടി അതിന്. കാരണം പലയിടത്തും അവൾ ഇതേ പ്രസംഗം തന്നെ പ്രസംഗിച്ചു. കാണാതെ പഠിച്ചു. ഒരു 5 വയസ്സൊക്കെ ഉള്ള സമയം മുതലേ ഇവളിത് പ്രസംഗിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ അവളെ പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ അയാളുടെ പറമ്പിൽ ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാഴത്തിൽ ഒരു കുഴി എടുക്കുന്നു. ആ കുഴി അയാൾ എടുക്കുന്നത് കണ്ടപ്പോൾ മോൻ ചോദിച്ചു, അച്ഛാ ഇത് എന്തിനാ ഇങ്ങനെ ഒരു കുഴി? അപ്പോൾ വാപ്പ എന്നാണ് ഈ പഠിപ്പിച്ചേട്ടാ, വാപ്പ ഇതെന്തിനാ ഈ ഒരു കുഴി? അപ്പോൾ വാപ്പ പറഞ്ഞു, മോനെ അതെ, ഉമ്മ മരിക്കുമല്ലോ, ഉമ്മ വലിയ വിഷമത്തിലാണ്, ഉമ്മ ചുമയ്ക്കുന്നു, തുമ്മുന്നു, വലിയ പ്രയാസമാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഉമ്മായി ഇതിനകത്തിട്ടിട്ട് മൂടാനാണ്. ഒരു കഥയാണ്. ഉമ്മായി ഇതിനകത്തിട്ട് മൂടാനാണ് ഞാൻ ഈ കുഴി എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി ഓടി വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് വീട്ടിൽ നിന്നും ഒരു ചിരട്ടയും കമ്പും കഴിയും ഒക്കെ ആയിട്ട് വന്നിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു കുഴി ഇപ്പുറത്തെടുക്കുന്നു. അപ്പോൾ വാപ്പ ചോദിക്കുന്നു, മോനെ എന്തിനാണ് ഈ കുഴി? വാപ്പ, ഇന്ന് ഞാൻ ചെറുതാണല്ലോ, നാളെ വാപ്പ വയസ്സാകത്തില്ലേ, അപ്പോൾ വാപ്പായെ ഇതിനകത്ത് അടക്കം ചെയ്യാനാണ് ഈ കുഴി എന്ന്. അപ്പം ഒരു മോറൽ നൽകുക എന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കഥയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അപ്പോൾ മകന് മനസ്സിലാക്കുകയാണ്, ഞാൻ വിതയ്ക്കുന്നതാണ് നാളെ ഞാൻ കൊയ്തെടുക്കുന്നത് എന്ന്. അയാൾക്ക് ഈ ചെറിയ കുട്ടി അവനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഒരു ഉപദേശം, ഒരു ചിന്ത, ഒരു പുനർവിചിന്തനം നൽകുന്നു എന്നുള്ള രൂപത്തിലാണ് ആ കഥ. ഇതുപോലെ ഒരു കഥ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചു. സോഷ്യൽ മീഡിയയിൽ വന്നതാ. ഒരു വൃദ്ധസദനം, എല്ലാ മാസവും ഒരു ഫാമിലി അവിടെ പോകും. ആ വൃദ്ധസദനം ഇങ്ങനെ സന്ദർശിക്കും. അപ്പം അതിലൊരു അമ്മയ്ക്ക് ഇദ്ദേഹം മക്കളെ കൊണ്ട് ഇങ്ങനെ സാധനങ്ങൾ കൊടുപ്പിച്ചുകൊണ്ടിരിക്കുക, ഭക്ഷണവും വസ്ത്രവും ഒക്കെ. അപ്പം ഇവരെല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി ഈ അമ്മയോട് ചോദിച്ചു, അമ്മ എങ്ങനെയാ, അമ്മ ഒരു കഥ പറഞ്ഞു തരുമോ എനിക്ക്, അമ്മ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പം പറഞ്ഞത് വേണ്ട പോലെ, അത് പറയണ്ട. അല്ല എന്നാലും അമ്മമ്മ എങ്ങനെയാണ് ഇവിടെ എത്തിയത് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, അമ്മമ്മ എനിക്കൊരു കഥ പറഞ്ഞതാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് 3 ആണും 2 പെണ്ണും 5 മക്കളുണ്ടായിരുന്നു. ഇവരെ ഞാൻ നല്ലതുപോലെ വളർത്തി സ്നേഹിച്ചു. ഇവർ സ്കൂളിൽ വിട്ട് വന്നാൽ എനിക്ക് ടെൻഷനാണ്, പെട്ടെന്ന് പറഞ്ഞാൽ ഇവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഇവർക്ക് ഞാൻ വഴക്ക് കൊടുത്തിട്ട് വാരി വാരി കൊടുക്കും. അങ്ങനെ ഇവരെ ഞാൻ നല്ലതുപോലെ വളർത്തി. മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടു. ആൺമക്കളൊക്കെ കെട്ടി, കല്യാണമൊക്കെ കഴിഞ്ഞു. അവർക്ക് വളരെ നല്ല ജോലിയായി, എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം കൊടുത്തു. നല്ലതുപോലെ അവരൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമ്മ വയസ്സായല്ലോ. അപ്പോൾ സുഫിയാൻ ഈ കഥ കേൾക്കണമെങ്കിൽ ഇറങ്ങിപ്പോടാ. ലതിക ബാലൻ, ഓ അമ്മയില്ലേ വീട്ടില്, തൽക്കാലം അമ്മയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും, പോട്ടെ. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പറയാ, മക്കളെയൊക്കെ കെട്ടിച്ചവർക്ക് ജോലിയൊക്കെ ആയപ്പോഴത്തേക്കിന് അമ്മമ്മയ്ക്ക് വയസ്സായി. അമ്മമ്മ ഇവർക്ക് വലിയ ശല്യമായി തീർന്നു. അതുകൊണ്ട് അമ്മമ്മയെ ഇവിടെ കൊണ്ടാക്കിയതാണ്. അപ്പോഴത്തേക്കിന് ഇദ്ദേഹം കിടന്ന് ഭയങ്കരമായിട്ട് ധൃതി പിടിക്കുന്നുണ്ട്, വേഗം വായു വേഗം വായു എന്ന്. അപ്പോൾ അവിടെ നിന്ന് ഒരു വാർഡനിൽ ഒരാൾ പറഞ്ഞു, നിന്റെ അച്ഛനാണ് ഈ അമ്മമ്മയുടെ ആദ്യത്തെ മകൻ. ഇതാണ് നമ്മുടെ നാട്. എല്ലാ മനുഷ്യരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ ആകാതിരിക്കാൻ ശ്രമിക്കുക. പണവും ഐശ്വര്യങ്ങളും ഒക്കെ കൂടുന്നതിനനുസരിച്ച് മാതാപിതാക്കൾ നമ്മുടെ സ്റ്റാറ്റസിന് മോശക്കാരായിട്ട് തോന്നുക. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെങ്ങനെ നോക്കുന്നു എന്ന് നോക്കുന്ന നമ്മുടെ മക്കൾ നമ്മളെ നോക്കുന്നതും ഇതുപോലെ തന്നെ ആയിരിക്കും. നന്ദി. അപ്പോൾ ശുഭരാത്രി.
ആ ഗോവിന്ദേ, ചില കമൻറ്റുകളൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. വേറെ ഒരാളുണ്ട്. അതെ, ലതിക ബാലൻ, ടാറിട്ട റോഡിൽ കൊണ്ടുപോയി ഉരയ്ക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതാ. പറഞ്ഞോട്ട്. ഓക്കെ, നന്ദി. സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്. ആ ലതിക മുഹമ്മദിൻ്റെ ആളാണ്, പറഞ്ഞു വിട്ടു റെനി.